താങ്കളെ പരിചയപ്പെടാൻ സാധിച്ചത് ഞങ്ങളുടെ മുൻജന്മ സുഹൃത്തം എന്താ പറയാ. നിങ്ങളെ പരിചയപ്പെട്ടതല്ലേ എന്റെ ഏറ്റവും വലിയ സന്തോഷം. ഈ ചാത്തപ്പനെ പോലുള്ള ചാത്തപ്പനല്ല ചേട്ടാ, കാത്തപ്പൻ. അതെന്തേലും ആട്ടെ, അതിനകത്ത് അപ്പനുണ്ടല്ലോ. ഈ അപ്പനെ പോലുള്ള ഒരു ഗുണ്ടയെ പരിചയപ്പെടാൻ പറ്റിയതാണ് എന്റെ ഭാഗ്യം. അയ്യവൻ ഗുണ്ടൊന്നുമല്ല. തന്നെ തന്നെ ആ ഗുണ്ടാണ്. ചേട്ടനെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവനോട് ചോദിച്ചോ കേട്ടാ. ഫോട്ടോ കിട്ടുമ്പോ ഇതുപോലൊക്കെ കാണണം. അത് റൈറ്റ്. ചേട്ടനൊന്നുകൂടി ഒഴിക്കണം. അയ്യോ വേണ്ട, സുലുവിന് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളത്തില്ലെന്നാ അവള് പറയുന്നത്. പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങത്തേ ഉള്ളെന്ന്. പിന്നെ ഏട്ടാ, അനിയത്തിക്ക് ജോലി വല്ലതും ഉണ്ടോ? പിന്നെ വലിയ സാമൂഹ്യ പരിഷ്കർത്താവല്ലേ. ഓ മനസ്സിലായില്ല. അതെ, ഈ പാവപ്പെട്ട ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ ചോറൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ഏതോ ഒരു സംഘടനയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ മറ്റോ ആണ്. ഓ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് ചേട്ടാ ഇങ്ങനെ അവശരായ ആൾക്കാരെ സഹായിക്കാൻ. അത് ഞങ്ങളുടെ ആവശ്യം ഒന്ന് മാറട്ടെ. ഇവനോടൊക്കെ ഒരു 100 പ്രാവശ്യം പറഞ്ഞതാ എന്തേലും ബിസിനസ് ചെയ്യാമെന്ന്. ആ പിന്നെ ഭ്രാന്താണ്. എന്ത് ബിസിനസ് ചെയ്യാനാണ്? അതിന്റെ കയ്യിൽ കാശ് വേണ്ടേ? ലുലുമാള് കണ്ട അയാള് യൂസഫ് അലി എല്ലാം ഒത്തു വന്നിട്ടും കയ്യിൽ കോടി വെച്ചിട്ടല്ല ബിസിനസ് തുടങ്ങിയത്. നമ്മുടെ മയിൽ വാഹനം കുഞ്ഞാപ്പി മുതലാളിയില്ലേ, ഒറ്റ ബസ്സിൽ തുടങ്ങിയ ആളാ. ഇപ്പോ എന്താണ് മുപ്പന്റെ വളർച്ച. ബിസിനസ് തുടങ്ങാൻ എനിക്കും താല്പര്യമുണ്ട്. പക്ഷെ എന്ത് ബിസിനസ് തുടങ്ങും? നിങ്ങൾക്ക് ഞാനൊരു പെട്ടിലാമ്പട്ടറ എടുത്തു തരട്ടെ. പെട്ടിലാമ്പട്ടേ? ആ പെട്ടിലാമ്പട്ടറ. നിങ്ങൾ ചെറിയ പിള്ളേരല്ലേ, ബിസിനസ്സിൽ പച്ച പിടിച്ചാൽ എല്ലാവരും രക്ഷപ്പെട്ടു. അല്ല എന്താണ് ഈ പെട്ടിലാമ്പട്ട? അയ്യോ അതറിയത്തില്ലേ? ഈ സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടുവരുന്ന ചെറിയ ഓട്ടോറിക്ഷ. ഓ ആപ്പേ. ആപ്പേ അതിപ്പോ, പണ്ട് പെട്ടിലാമ്പട്ടറ. ആ എന്തായാലും ഇപ്പൊ എടുത്തിട്ട് എന്ത് ചെയ്യാനായിട്ടാ? അച്ചാറിടാം. എടുത്ത് പോടാ അവിടുന്ന്. നമ്മുടെ വീടിന്റെ സൗണ്ട് കേൾക്കണേ, എന്തോ പ്രശ്നം. എടാ കാത്തപ്പാ, ന്റെ വീടിന്റെ മുന്നിലാണല്ലോടാ ഒരു ആൾക്കൂട്ടോ. നല്ല ആണുങ്ങളെ എന്താ പ്രശ്നം? ചേട്ടന്റെ വീട്ടിൽ കള്ളം കേറി. കള്ളനാ ഈ 10 മണിക്ക്? അത് ഭയങ്കര കള്ളനാണല്ലോ. ചേട്ടനില്ലേ ഇവിടെ? പുള്ളിക്ക് നൈറ്റ് ഡ്യൂട്ടിയാ. ഇവിടെ സ്ഥിരമായിട്ടൊരു കള്ളനുള്ളതാ അല്ലേടി? ഉച്ചേന്റെ ഡ്യൂട്ടി എടുക്കാൻ വന്ന ആരെങ്കിലും ആയിരിക്കും. എടാ വായ്മൊളിച്ച് നോക്കിക്കണ്ട് പാടാല്ലേ കള്ളം കള്ളന്റെ പാട്ടിന്. ഇവന്മാരിത് എന്ത് കാണിക്കാൻ പോണേണ്? എന്താണ് ചേച്ചി പ്രശ്നം? ഞാനേ മോളെ ഉറക്കിട്ടേ മൂത്രം ഒഴിക്കാൻ ഇറങ്ങിയതാ. അപ്പൊ ആ വാഴത്തോപ്പിൽ ആരോ പതുങ്ങുന്നു. ചേച്ചിയാണോ ആദ്യം കൊണ്ട്? ഞാനാണ് ആദ്യം കണ്ടത്. എന്റെ ബലമായ സംശയം ഇത് നുഴഞ്ഞുകയറ്റമാണെന്നാണ്. ഞാൻ അതിർത്തിയിലുള്ള സമയത്തായിരുന്നെങ്കിൽ ഇവനെ വെടിവെക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ വെടിവെച്ചേനെ. ഇവിടെ വെച്ച വിവരം അറിയും. എവിടാ വീട്? നീ എന്തോ പുറത്താട്ട് പാടാ. നീ രാത്രിയും പകലും ഇല്ലാതെ ചന്ദനം തൊട്ടുണ്ട് പർശന സുഖത്തിന് ഇറങ്ങിയേക്കണത്. ഇവൻ ഒറ്റ ഒരുത്തം കാരണം ചന്ദ്രത്തിന്റെ വില ഇടിയും. ഈ പെണ്ണുമ്പോൾ സ്വസ്ഥമായിട്ട് ജീവിക്കാനും സമ്മതിക്കില്ലേ? പിന്നെ കുളിക്കത്തില്ലേലും തോർത്തുള്ളൂ. ഇവിടുന്ന് ആരും കാണുന്നില്ലല്ലോ. വന്നല്ല. ആ ഞാനിപ്പോ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയതേ ഉള്ളൂ. അത് ചിലപ്പോ ശരിയായിരിക്കും. ഇവിടെ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പോയ ആളിപ്പോ വീട്ടിലെത്തിയിട്ടുണ്ടാവളേ സാറേ. വാടാ കാത്തപ്പ, സാറ് വന്നില്ലേ? ഇനി സാറ് നോക്കിക്കോളൂ. നല്ലതുള്ളായിരുന്നു. ബാക്കിയുള്ള അടിച്ചു. ഇന്നിപ്പോ നടക്കുന്നു തോന്നല്ല. എല്ലാരും പോയിക്കോട്ടെ, എല്ലാരും പോയിക്കോ. പോലീസ് ഇടപെട്ടുണ്ട്. നീ ഇതെങ്ങാട്ടാണോ? അല്ല നീ വീട്ടിൽ പോടാ.